ഫ്രണ്ട്സിനകത്ത് ഓടി കൊണ്ടാണെന്നറിയുമ്പോൾ നമ്മളെന്താ ഈ 5 മണിക്ക് നമ്മൾ ഇവിടെ കൊല്ലത്ത് പോവേണ്ടി അവിടെ നിന്ന് ട്രാവലറിൽ കയറി ബോട്ടിൽ പോകും. അവിടെ നിന്ന് ഹൗസ് ബോട്ടിൽ കയറും. എന്നിട്ട് ബോട്ടിൽ നിന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് സാമ്പ്രാണി കൊടിയിലെല്ലാം പോയിട്ട് വരണം. അപ്പം നമ്മൾ വെള്ളത്തിലെല്ലാം ഇങ്ങനെ മുങ്ങി അങ്ങ് മുങ്ങി നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് മുങ്ങി പോവാം കേട്ടാ. ഞാൻ കാണിച്ചു തരാമേ. അപ്പം നമ്മുടെ ഓഫീസിലെ ടീമിൽ നിന്ന് നമ്മൾ ഒരു ഔട്ടിങ് പോയതാണ്. സാമ്പ്രാണിക്കൊടി മൺട്രോത്തുരുത്തൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കൊല്ലം വരെ ട്രാവലറിൽ പോയി. അത് കഴിഞ്ഞ് നമ്മൾ ഹൗസ് ബോട്ട് എടുത്താണ് പൊട്ട് പോയത്. ഫാമിലിയും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളും ഫാമിലിയായിട്ടൊക്കെ വന്ന ആൾക്കാരുണ്ട്. സോ ഞാനും എൻ്റെ അബ്രുവും കൂടി ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും നല്ല അടിച്ച് പൊളിച്ചൊരു ട്രിപ്പായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ കുട്ടിപ്പട്ടാളം. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒരു വെജ് ഹോട്ടലിലാണ് കേട്ടോ കയറിയത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അത് കഴിഞ്ഞ് നമ്മുടെ ബോട്ട് വന്നു. നമ്മൾ ബോട്ടിലോട്ട് കയറി. അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ബ്രഞ്ച് തന്നിട്ടുണ്ടായിരുന്നു. കപ്പയും മീൻകറിയായിരുന്നു. നല്ല അടിപൊളി കപ്പയും മീൻകറിയായിരുന്നു കേട്ടോ തന്നത്. അത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ വെള്ളത്തിൽ കയറി നമ്മൾ സാമ്പ്രാണിക്കൊടിയൊക്കെ കാണാനായിട്ട് പോയി. അപ്പോൾ അവിടെ പിള്ളേരൊക്കെ വെള്ളത്തിലിറങ്ങി കളിച്ച് മറിഞ്ഞ് അവിടെ നമ്മൾ കരിക്കും ബാക്കി സ്നാക്സും ഒക്കെ മേടിച്ച് കഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് മരത്തിലും അവിടെയുള്ള പടർപ്പിലൊക്കെ കയറി അങ്ങനെയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേനും ഇവിടെ ഊണ് റെഡിയായി. അങ്ങനെ ഊണൊക്കെ നമ്മൾ നന്നായിട്ട് കഴിച്ചു. നല്ല ഫുഡായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ചായയും കുടിച്ച് നമ്മുടെ സ്ഥിരം ചായയും പഴംപൊരിയാണല്ലോ നമ്മുടെ ഹൗസ് ബോട്ടിൽ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയി. നമ്മൾ ട്രാവലറിൽ പോയി. അത് കഴിഞ്ഞ് നമ്മൾ കൊല്ലം ബീച്ചിൽ പോയി. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ രാത്രിയൊക്കെ ആയപ്പോൾ തട്ടുകടയിൽ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. സോ അത് ഭയങ്കര നല്ലൊരു ട്രിപ്പായിരുന്നു. നമ്മൾ ഹെക്ടിക് വർക്കിനിടയിൽ നിന്നൊക്കെ നമുക്കൊരു റിലീഫ് കിട്ടുന്ന, പിന്നെ നമ്മുടെ ടീമിനകത്തുള്ള മോർ ദാൻ എ ടീം ആസ് എ ഫാമിലി ആയിട്ട് നമുക്കൊരു ബോണ്ടൊക്കെ ഫീൽ ചെയ്യുന്ന, നമ്മളെല്ലാവരും ആസ് എ ഫാമിലി ആയിട്ട് നമുക്ക് ബോണ്ട് ഫീൽ ചെയ്യുന്ന നല്ലൊരു അടിപൊളി ട്രിപ്പായിരുന്നു. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്.